गिरिवरधारी जय गोपी जन वल्लभा गिरिवरधारी यशोदानंदन व्रज जन रंजन यशोदानंदन व्रज जन रंजन यमुना तीरावन चारी यमुना तीरावन चारी राधा माधवा बिहारी जय गोपी जन वल्लभा गिरिवरधारी यशोदानंदन व्रज जन रंजन यशोदानंदन व्रज जन रंजन यमुना तीरावन चारी यमुना तीरावन चारी जय राधा माधवा बिहारी जय राधा माधवा जय बिहारी जय गोपी जन वल्लभा गिरिवरधारी यशोदानंदन व्रज जन रंजन यमुना तीरावन चारी जय राधा माधवा बिहारी जय राधा माधवा बिहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे हरे राम 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 हरे हरे जय प्रभु पादा जय प्रभु पादा प्रभु पादा शील प्रभु पादा जय गुरुदेवा गुरुदेवा जय गुरुदेवा। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपः कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवम् साद्वैतं सावधूतं परिजनसहितं कृष्ण चैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिका कान्त राधा कान्त नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो
വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപത്തിന്റെ പഠനവേദിയിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും ഹാർദവമായ സ്വാഗതം. വിശ്വരൂപ ദർശനം എന്ന 11ാം അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ഭഗവാൻ അർജുനനോട് തന്റെ നിജ അവസ്ഥ എന്താണ് എന്നുള്ളത് വിവരിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ 32ാമത്തെ ശ്ലോകത്തിലെ വായിച്ചു തുടങ്ങിയത്. നമുക്ക് 33 തുടങ്ങി വായിക്കാം. ശ്ലോകം 33. തസ്മാത്വമുത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രൂൻ ഭുങ്ക്ഷ്വ രാജ്യം സമൃദ്ധം മയൈവൈതേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. തസ്മാത്വമുത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രൂൻ ഭുങ്ക്ഷ്വ രാജ്യം സമൃദ്ധം മയൈവൈതേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. തസ്മാത്വമുത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രൂൻ ഭുങ്ക്ഷ്വ രാജ്യം സമൃദ്ധം മയൈവൈതേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മാത്വമുത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രൂൻ ഭുങ്ക്ഷ്വ രാജ്യം സമർത്ഥം മയൈവൈതേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തസ്മാത്വമുത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രൂൻ ഭുങ്ക്ഷ്വ രാജ്യം സമൃദ്ധം മയൈവൈതേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തസ്മാത്വമുത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രും ഭുങ്ക്ഷ്വ രാജ്യം സമൃദ്ധം മയൈവേതേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മാത്വമുത്തിഷ്ഠ യശോ ലഭസ്യ ജിത്വാ ശത്രുൻ ഭുങ്ക്ഷ്വ രാജ്യം സമൃദ്ധം മയൈവൈതേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തസ്മാത്വമുത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രുൻ ഭുങ്ക്ത്വാ രാജ്യം സമൃദ്ധം മയൈവൈതേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മാത്വമുത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രുൻ ഭുങ്ക്ഷ്വ രാജ്യം സമൃദ്ധം മയൈവൈതേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്ഥിരപ്രഭാര വിവർത്തനം ഭാവാർത്ഥവും. തസ്മാത് അതിനാൽ, ത്വം നീ, ഉത്തിഷ്ഠ എഴുന്നേൽക്കൂ, യശഃ യശസ്, ലഭസ്വ നേടുക, ശത്രുൻ ശത്രുക്കളെ, ജിത്വ ജയിച്ചിട്ട്, സമൃദ്ധം സമൃദ്ധമായ, രാജ്യം രാജ്യത്തെ, ഭുങ്ക്ഷ്വ അനുഭവിക്കുക, ഏതേ ഇവരെല്ലാം, പൂർവം ഏവ മുൻപ് തന്നെ, മയ എന്നാൽ, നിഹതാഹ ഹനിക്കപ്പെട്ടിരിക്കുന്നു, സവ്യസാചൻ ഹേ സവ്യസാചൻ, ത്വം നീ, നിമിത്തമാത്രം ഭവ ഒരു നിമിത്തം മാത്രമാണ്. അതിനാൽ നീ എഴുന്നേൽക്കൂ, യശസ് നേടൂ, ശത്രുക്കളെ ജയിച്ചിട്ട് സമൃദ്ധമായ രാജ്യത്തെ അനുഭവിക്കൂ, ഇവരെല്ലാം മുൻപ് തന്നെ എന്നാൽ ഹനിക്കപ്പെട്ടിരിക്കുന്നു. ഹേ സവ്യസാചൻ, നീ ഒരു നിമിത്തം മാത്രമാണ്. നമ്മൾ 1ാം അധ്യായത്തിലെ കണ്ടു, അർജുനൻ ആയുധങ്ങളെല്ലാം അടിയറ വെച്ചിട്ട് രഥത്തിൽ ഇരിപ്പായി. അപ്പോ അവിടെ ഇരുന്നുകൊണ്ടാണ് പിന്നെ ഈ ഇത്രയും നേരം
ഭഗവാൻ പറഞ്ഞതെല്ലാം ആണ് അർജുനൻ കേൾക്കുന്നത്. അപ്പോ അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്, ഉത്തിഷ്ഠ, നീ എഴുന്നേൽക്കൂ. ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റിട്ട് നീ യുദ്ധം ചെയ്യാനാണ് പറയുന്നത്. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം പൂർവം ഏവ മയാ നിഹത, ഞാൻ ഇവരൊക്കെ മുമ്പ് തന്നെ കൊന്നു കഴിഞ്ഞു. അത് എപ്പോഴാണെന്ന് വെച്ചാൽ കൃഷ്ണപ്രഭുവാർ പറയുന്നുണ്ട്. അതായത് ദുശാസനൻ ദ്രൗപദി വസ്ത്രാക്ഷേപം ചെയ്ത സമയത്ത് തന്നെ ഭഗവാൻ നിശ്ചയിച്ചു കഴിഞ്ഞു, ഇവരൊന്നും ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹര അല്ല എന്നുള്ളത്. അപ്പോ അവരെല്ലാം തന്നെ അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ്, അതടുത്ത ശ്ലോകങ്ങളിൽ ഇത് പറയുന്നുണ്ട്. അപ്പോ അവരെല്ലാം തന്നെ ഭഗവാൻ ഹനിക്കാനായിട്ട് നിശ്ചയിച്ചു കഴിഞ്ഞു. ഭഗവാൻ വേണം എന്നുണ്ടെങ്കിൽ തന്റെ ചക്രായുധം വഹിച്ചുകൊണ്ട് അവരെ എല്ലാം ഹനിക്കാനായിട്ട് സാധിക്കും. പക്ഷെ എന്തുകൊണ്ട് ഭഗവാൻ അത് ചെയ്തില്ല എന്ന് തന്റെ ഭക്തന് അതിന്റെ ആ യശസ് കിട്ടണം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് യശോ ലഭസ്വ, നീ യശസ് നേടുക. ഭഗവാൻ ഒരിക്കലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എനിക്കൊരു യശസ് വേണം എന്നുള്ളത് ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഭഗവാന്റെ ഭക്തന്മാര് യശസ് നേടുന്നത് കാണാനാണ് ആഗ്രഹം. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്ന, അവരെയൊക്കെ ഞാൻ കൊന്നു കഴിഞ്ഞു, നീ ഒട്ടും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല, നീ വെറുതെ എണീറ്റ് നിന്നിട്ട് അമ്പും വില്ലും എടുത്താൽ മതി. ഇവിടെ ഭഗവാൻ അർജുനെ സവ്യസാചൻ എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് സവ്യസാചൻ എന്ന് വിളിക്കുന്നത്? കാരണം അർജുനൻ അതിപ്രഗത്ഭനാണ് ഈ അസ്ത്രശസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നതിൽ. അതിപ്രഗത്ഭൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊക്കെ പലർക്കും, ഒരുവിധം എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പോ നമ്മുടെ ഏതെങ്കിലും ഒരു കൈ മാത്രമേ നമുക്ക് ശക്തിയായിട്ടുണ്ടാവുള്ളൂ. ചിലർ വലത് കൈ പ്രയോഗിക്കുന്നവരാണ്, അവർക്ക് വലത് കൈ കൊണ്ട് മാത്രമേ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇടത് കൈയിന് അത്ര ശക്തി ഉണ്ടാകില്ല. ചിലര് ഇടത് കൈയ്യന്മാരാകും. അവര് ജപിക്കുന്നതും കഴിക്കുന്നതും എന്ത് പ്രവൃത്തികൾ ചെയ്യുന്നതും എല്ലാം ഇടത് കൈ കൊണ്ടായിരിക്കും. പക്ഷെ അർജുനനെ സംബന്ധിച്ച് ഇടതുകയും വലതുകയും ഒരേപോലെ പ്രവർത്തിപ്പിക്കാനായിട്ടുള്ള ഒരു കഴിവ് അർജുനനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ അർജുനനെ ഭഗവാൻ സവ്യസാചൻ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. അപ്പോ അങ്ങനെയുള്ള ആ സവ്യസാചൻ, അസ്ത്രശസ്ത്രങ്ങളിലെ പ്രഗത്ഭനായിട്ടുള്ള ആ അർജുനൻ പോലും തുടക്കത്തില് രഥത്തിൽ ഇരുന്നു പോയി. അപ്പോ അർജുനനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പറയുന്നത്, ഉത്തിഷ്ഠ, നീ എഴുന്നേൽക്കൂ. എഴുന്നേറ്റാൽ മാത്രം പോരാ, നീ ശത്രുക്കളെ ജയിക്കണം. ശത്രുഞ്ജിത്ത്, ശത്രുക്കളെ ജയിച്ചിട്ട് നീ യശഹാലഭസ്വ, നീ യശസ് നേടും. എല്ലാം തന്നെ ഭഗവാന്റെ പരിപാടി അനുസരിച്ചിട്ടാണ് നടക്കുന്നത്. ഒരു പുൽക്കുടി പോലും ഭഗവാന്റെ ആ ഇംഗിതമില്ലാതെ ചലിക്കില്ല. നമുക്ക് പലപ്പോഴും അറിയാം, ഈ ഒരു കാറ്റ് പോലും ഇല്ലാതെ, ഒരു ഇല പോലും അനങ്ങാതെ ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുന്ന പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അപ്പോ ആ കാറ്റ് പോലും ചലിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ ആ ഇംഗിതമില്ലാതെ ഒന്നും തന്നെ നടക്കില്ല. അപ്പൊ ഈ ഭൗതിക ലോകത്തിൽ നടക്കുന്ന എല്ലാ പ്രതിഭാസങ്ങളും അങ്ങനെ തന്നെയാണ്. അതെല്ലാം ആകസ്മികമാണ് എന്നുള്ളത് മൂഢന്മാരായിട്ടുള്ളവർ പറയും. എന്തുകൊണ്ടാണ്? അവര് ഭഗവാനെ കുറിച്ചുള്ള അറിവ് അവർക്കില്ല. ഭഗവാൻ ഇത് പറയുന്നുണ്ട്, മൂഢോയം ന അഭിജാനാതി, മൂഢന്മാർക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോ ഈ ഭഗവാന്റെ പ്രപഞ്ച സൃഷ്ടിയുടെ ഉദ്ദേശം തന്നെ ഈ നമ്മളെ പോലെയുള്ള ബദ്ധ ജീവാത്മാക്കളെ ഇവിടെ നിന്ന് കരകയറ്റം, നമ്മൾ ചെയ്തിട്ടുള്ള ആ മുൻ പാപങ്ങളിൽ നിന്ന് എല്ലാവരും മുക്തരാക്കിക്കൊണ്ട് ഭഗവാന് സേവനം അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ തിരിച്ച് ഈ ആത്മീയ ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ് ഭഗവാന്റെ ഉദ്ദേശം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ എല്ലാ പ്രവർത്തനങ്ങളും ഭഗവാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ ഭൗതിക പ്രകൃതിക്ക്, പ്രഭുവാരുടെ ഭാവാർത്ഥത്തിന് വേണ്ടി ഭൗതിക പ്രകൃതിക്ക് മേൽ ആധിപത്യം ചെലുത്താൻ ശ്രമിക്കുന്ന ആ ഒരു പ്രവണത നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മള് ജീവാത്മാക്കളെല്ലാവരും തന്നെ ഈ ഭൗതിക ലോകത്തിൽ ബദ്ധരാണ്. അപ്പൊ നമ്മള് ആ ഒരു മനസ്സിൽ നിന്ന് പുറത്തു കടന്നിട്ട് എന്താണ് ഭഗവാന്റെ പരിപാടി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന് നമ്മൾ സേവനം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് സാധിക്കുള്ളൂ. പ്രപഞ്ചത്തിലെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ അതെല്ലാം തന്നെ
ഈ ഭഗവാന്റെ നിശ്ചയപ്രകാരമാണ് നടക്കുന്നത്. ഭഗവാൻ അതും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഏതു നാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ എന്ന് പറയുന്നുണ്ട്. എന്റെ അധ്യക്ഷതയിലാണ് ഈ ഭൗതിക പ്രകൃതി പോലും പ്രവർത്തിക്കുന്നത്. അപ്പോ ഈ കുരുക്ഷേത്ര യുദ്ധവും അതുപോലെ തന്നെ ഭഗവാന്റെ പരിപാടിയുടെ ഒരു ഭാഗമാണ്. വാസ്തവത്തിൽ അർജുനൻ യുദ്ധത്തിന് എതിരായിരുന്നു. പക്ഷെ എങ്കിലും ഭഗവാന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് അർജുനൻ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മളും ഭഗവാന്റെ ഇംഗിതം അനുസരിച്ചിട്ട് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഭഗവാനെ തൃപ്തനാക്കാനായിട്ട് സാധിക്കുള്ളൂ. ശ്ലോകം 34. ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച കർണം സദാ ജ്ഞാനവി യോധവീരാൻ മയാ ഹതാംസ്ത്വം ജഹിമാം വ്യതിഷ്ഠ യുദ്ധസ്വ ജേതാസി രണേ സപത്നാൻ. ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച കർണം തഥാ ജ്ഞാനവി യോധവീരാൻ മയാ ഹതാംസ്ത്വം ജഹിമാ വദിഷ്ഠ യുദ്ധസ്വ ജേതാസി രണേ സപത്നാൻ. ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച കർണം തഥാ ജ്ഞാനവി യോധവീരാൻ മയാ ഹതാംസ്ത്വം ജഹിമാ വ്യതിഷ്ഠ യുദ്ധസ്വ ജേതാസി രണേ സപത്നാൻ. ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച കർണം തഥാന്യാനപി യോധ വീരാൻ മയാ ഹതാംസ്ത്വം ജഹിമാ വൃതിഷ്ഠ യുദ്ധസ്യ ജേതസി രണേ സപത്നാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദ്രോണം ച ഭീഷ്മം ച ജയദ്രം ച കർണം തദന്യാന്യപി യോധവീര്യാൻ മയാ ഹതാസ്തം ജഹിമാം പ്രതിഷ്ഠ യുദ്ധസ്യ ജേതാസി രണേ സപത്നാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭീഷ്മം ജയദ്രഥം കർണം തഥാ ജ്ഞാനപി യോധവീരാൻ മയാ ഹതാംസ്ത്വം ജഹിമാ വ്യതിഷ്ഠം യുദ്ധസ്യ ജേതാസി രണേ സപത്നാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച കർണം തഥാ ജ്ഞാനപി യോധവീരാൻ മയാ ഹതാസ്ത്വം ജഹിമാ വ്യതിഷ്ഠ യുദ്ധസ്വ ജേതാസി രണേ സപത്നാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച കർണം ദദാന്യാപി യോധവീര്യാൻ മയാ ഹസ്താസ്ത്വം ജഹിമാമൃതിഷ്ഠ യുദ്ധസ്യ തേജാസി ജനേ സപത്നാൻ. ഹരേ കൃഷ്ണ. ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച കർണം തഥാന്യാനപി യോധവീരാൻ മയാ ഹതാസ്താം ജഹിമാം പ്രതിഷ്ഠ യുദ്ധസ്യ ജേതാസി രണേ സപത്നാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ വിവർത്തനം ഭാവാർത്ഥം. മയാ ഹതാൻ എന്നാൽ വധിക്കപ്പെട്ട ദ്രോണം ച ദ്രോണനെയും ഭീഷ്മൻ ച ഭീഷ്മനെയും ജയദ്രഥം ച ജയദ്രഥനെയും കർണം കർണനെയും തഥാ അപ്രകാരം അന്യാൻ യോധവീരാൻ അപി മറ്റ് മഹാരഥന്മാരെയും ത്വം നീ ജഹി ഹനിക്കുക മാ വ്യതിഷ്ഠ അസ്വസ്ഥനാകേണ്ട യുദ്ധസ്വ യുദ്ധം ചെയ്യുക രണേ യുദ്ധത്തിൽ സപത്നാൻ ശത്രുക്കളെ ജേതാസി നീ ജയിക്കും. എന്നാൽ വധിക്കപ്പെട്ട ദ്രോണനെയും ഭീഷ്മനെയും ജയദ്രഥനെയും കർണനെയും അപ്രകാരം മറ്റ് മഹാരഥന്മാരെയും നീ ഹനിക്കുക അസ്വസ്ഥനാകേണ്ട യുദ്ധം ചെയ്യുക യുദ്ധത്തിൽ ശത്രുക്കളെ നീ ജയിക്കും. ഇവിടെ പറഞ്ഞിട്ടുള്ള 4 പേര് ദ്രോണൻ, ഭീഷ്മൻ, ജയദ്രഥൻ, കർണൻ. ഇതില് ഈ 4 പേരില് 3 പേരുടെ പേര് നമ്മൾ കുറച്ചു നേരത്തെ, അതായത് 26ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചിരുന്നു. അതായത് ദ്രോണാചാര്യര്, ഭീഷ്മദേവൻ, സൂതപുത്രൻ, അതായത് കർണൻ. ഇവരെല്ലാം ഞാൻ വധിച്ചു കഴിഞ്ഞുവെന്ന് ഭഗവാൻ പറയണ്ടായിരുന്നു. അപ്പൊ അതിവിടെ എടുത്ത് പറയുകയാണ്. പക്ഷെ അതിന്റെ കൂടെ ഒരു പേര് കൂടെ ആഡ് ചെയ്തു, അതായത് ജയദ്രഥൻ. എന്തുകൊണ്ടാണ് ജയദ്രഥനെ ആഡ് ചെയ്തത്? ജയദ്രഥൻ അത്ര വലിയൊരു മഹാരഥിയൊന്നും ആയിരുന്നില്ല.
പക്ഷെ എന്നിരുന്നാലും ജയദ്രഥൻ ശിവഭക്തനായിരുന്നു. അപ്പോൾ ശിവനെ ധ്യാനിച്ചിട്ട് ശിവന്റെ അടുത്ത് നിന്നൊരു വരം നേടിയിരുന്നു. അതായത് ഈ 18 ദിവസത്തെ കുരുക്ഷേത്ര മഹായുദ്ധത്തിൽ ഒരു ദിവസം അർജുനനൊഴികെ ബാക്കി 4 പാണ്ഡവന്മാരെയും തടുത്തു നിർത്താനായിട്ട്, യുദ്ധക്കളത്തിലേക്ക് പ്രവേശിക്കാതെ തടുത്തു നിർത്താനായിട്ട് സാധിക്കും എന്നുള്ള ഒരു വരം ജയദ്രഥൻ നേടിയിരുന്നു. അപ്പൊ ആ വരം ഉപയോഗിച്ചിട്ടാണ് അഭിമന്യുവിനെ അവര് ഈ മറ്റേ ചക്രവ്യൂഹത്തിനകത്തിട്ട് പൂട്ടിയ സമയത്ത് ഈ പാണ്ഡവരെ അകത്ത് പ്രവേശിക്കാതെ ജയദ്രഥൻ തടുത്തു നിർത്തിയത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ജയദ്രഥന്റെ പേര് എടുത്തു പറയുന്നത്. അപ്പോ അതുപോലെ തന്നെ ദ്രോണാചാര്യര്, ഭീഷ്മദേവൻ, ഇവരെല്ലാം തന്നെ ഭഗവാൻ നോട്ടിട്ടുള്ളതാണ്. കാരണം അവരൊന്നും തന്നെ ഈ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം നടന്ന സമയത്ത് വായ തുറന്നൊരു അക്ഷരം സംസാരിച്ചില്ല. പിന്നെ സൂതപുത്രനായിട്ടുള്ള കർണനാണ് ഈ ദുശാസനനെ പിരികേറ്റിയത്. നീ അവളെ പിടിച്ചുകൊണ്ട് വാ, വസ്ത്രം അഴിക്കുക, അതൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ഇതെല്ലാം ഭഗവാന്റെ മനസ്സിലുണ്ട്. അപ്പൊ ഇത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്തവരെ ഹനിക്കണം എന്നുള്ളത് ഭഗവാന്റെ തീരുമാനമാണ്. അപ്പൊ ഭഗവാൻ വേണമെങ്കിൽ ശസ്ത്രായുധം ഉപയോഗിച്ചിട്ട് അവരൊക്കെ ഹനിക്കാം. പക്ഷെ അതല്ല, നീ യുദ്ധസ്വ ത്വം ജഹി, നീ ഹനിക്കുക എന്നാണ് പറയുന്നത്. അവരൊക്കെ തനിയെ തോറ്റുകൊള്ളും എന്നുള്ളതാണ് ഇവിടെ അർജുനനോട് ഭഗവാൻ പറയുന്നത്. വാസ്തവത്തിൽ അർജുനന് യുദ്ധം ചെയ്യാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ 2-ാം അധ്യായത്തിൽ വായിച്ചിരുന്നല്ലോ. യദോ അജയേമ യദി വാ ജയേയുഹു. അതിൽ പറയുന്നുണ്ട്, അതായത് ഈ ധൃതരാഷ്ട്രപുത്രന്മാര് എല്ലാം തന്നെ ആ യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ട് തന്നെ മുന്നിൽ നിൽക്കുന്നു. അപ്പൊ അവരെ ജയിക്കുന്നതാണോ അവരാൽ വധിക്കപ്പെടുന്നതാണോ ഏതാണ് ഉത്തമം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അവരെയൊക്കെ കൊന്നു കഴിഞ്ഞിട്ട് ഈ നാം ജീവിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നൊക്കെ വലിയ കാര്യമായിട്ട് അർജുനൻ ഭഗവാനോട് ചോദിക്കുകയുണ്ടായി. പക്ഷെ ഇവര് ചെയ്യാൻ പോകുന്ന പ്രവൃത്തികൾ എന്താണെന്നുള്ളത് മുൻകൂട്ടി തന്നെ ഭഗവാൻ അറിയാം. അപ്പോ അത് മാത്രമല്ല, ഈ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് നടന്നിരിക്കുന്ന കാര്യങ്ങളും അതെല്ലാം തന്നെ ഭഗവാന്റെ മനസ്സിലുണ്ട്. അപ്പോ അതെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഇവരെല്ലാം വധിക്കപ്പെടണം എന്നുള്ള തീരുമാനം ഭഗവാൻ എടുക്കുന്നത്. 6 തരത്തിലുള്ള ശത്രുക്കളെ വധിക്കാൻ അർഹരാണ് എന്നുള്ളത് നേരത്തെ പിടിച്ചിട്ടുണ്ട്. അപ്പോ അതിൽ പെട്ടതാണ് ഈ വസ്ത്രാക്ഷേപം ചെയ്യല്, മറ്റുള്ളവരുടെ വീട് ആക്രമിക്കല്, തീ വെച്ച് നശിപ്പിക്കുന്നത്. അതെല്ലാം തന്നെ ഈ ധൃതരാഷ്ട്രന്റെ പുത്രന്മാർ ചെയ്തിട്ടുണ്ട്. അപ്പോ അതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പോ ഇതെല്ലാം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ കരുണയുണ്ടെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതെല്ലാം തന്നെ നമുക്കൊരു ആത്മീയ ഗുരുവിന്റെ സഹായം വേണം. അപ്പോ അങ്ങനെ നമ്മൾ ആത്മീയ ഗുരുവിന് കീഴടങ്ങിക്കൊണ്ട് നമ്മൾ ഭക്തിയുത സേവനം അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് ഭഗവാന്റെയും ആശീർവാദം ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ ഈ ശ്ലോകത്തില് ശ്രീല പ്രഭുപാദര് പറയുന്നത്. അപ്പോ ഇവിടെ യുദ്ധക്കളത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് ഒരാൾ കൊട്ടാരത്തിനകത്തിരിക്കുന്നുണ്ട്, സഞ്ജയൻ. അപ്പോ സഞ്ജയൻ അവിടെ കൊട്ടാരത്തിനകത്ത് ഇരുന്നുകൊണ്ട് അർജുനൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഭഗവാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യങ്ങള് ധൃതരാഷ്ട്ര മഹാരാജാവിന് പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ശ്ലോകം 35. സഞ്ജയ ഉവാച ഏതശ്രുത്വാ വചനം കേശവസ്യ കൃതാഞ്ജലിർവേപമാന കിരീതി നമസ്കൃത്വാ ഭൂയ ഏവാഹ കൃഷ്ണം സഗദ്ഗതം ഭീത പ്രണമ്യ. സഞ്ജയ ഉവാച ഏതശ്രുത്വാ വചനം കേശവസ്യ കൃതാഞ്ജലിർവേപമാന കിരീടി നമസ്കൃത്വാ ഭൂയ ഏവാഹ കൃഷ്ണം സഗദ്ഗതം ഭീത പ്രണമ്യ. സഞ്ജയ ഉവാച ഏതശ്രുത്വാ വചനം കേശവസ്യ കൃതാഞ്ജലിർവേപമാന കിരീടി നമസ്കൃത്വാ ഭൂയ ഏവാഹ കൃഷ്ണം സഗദ്ഗതം ഭീത പ്രണമ്യ. ഹരേ കൃഷ്ണ.
സഞ്ജയ ഉവാച ഏതച്ഛുത്വാ വചനം കേശവസ്യ കൃതാഞ്ജലിർവേപമാനാ കിരീതി നമസ്കൃത്വാ ഭൂയ ഏവാഹ കൃഷ്ണം സഗദ്ഗദം ഭീത പ്രണമ്യ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സഞ്ജയ ഉവാച ഏതശ്രുത്വാ വചനം കേശവസ്യ കൃതാഞ്ജലിർവേപമാന കിരീതി നമസ്കൃത്വാ ഭൂയ ഏവാഹ കൃഷ്ണം സഗദ്ഗദം ഭീത പ്രണമ്യ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു. സഞ്ജയ ഉവാച ഏതശ്രുത്വാ വചനം കേശവസ്യ കൃതാഞ്ജലിർവേപമാന കിരീതി നമസ്കൃത്വാ ഭൂയ ഏവാഹ കൃഷ്ണം സഗദ്ഗദം ഭീത പ്രണമ്യ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവ. സഞ്ജയ ഉവാച ഏതച്ഛുത്വാ വചനം കേശവസ്യ കൃതാഞ്ജലിർവേപമാന കിരീതി നമസ്കൃത്വാ ഭൂയ ഏവാഹ കൃഷ്ണം സഗദ്ഗദം ഭീത പ്രണമ്യ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സഞ്ജയ ഉവാച ഏതച്ഛുത്വാ വചനം കേശവസ്യ കൃതാഞ്ജലിർവേപമാന കിരീടി നമസ്കൃത്വാ ഭൂയ ഏവാഹ കൃഷ്ണം സഗദ്ഗദം ഭീത പ്രണമ്യ. ഹരേ കൃഷ്ണ. ശ്രീലപ്രവർത്തനം ഭാവാർത്ഥം. സഞ്ജയ് ഉവാച, സഞ്ജയൻ പറഞ്ഞു, കേശവസ്യ കൃഷ്ണന്റെ ഏതത് വചനം ഈ വാക്കുകൾ ശ്രുത്വ ശ്രവിച്ചിട്ട് കിരീടി അർജുനൻ വേപമാനഹ വിറപ്പൂണ്ട് കൃതാഞ്ജലി തൊഴുകൈകളോടെ ഭൂയ ഏവ വീണ്ടും വീണ്ടും നമസ്കൃത്വ നമസ്കരിച്ചിട്ട് ഭീതഭീതനായി പ്രണമിച്ചുകൊണ്ട് കൃഷ്ണനോട് സഗദ്ഗദം ഇടറുന്ന സ്വരത്തിൽ ആഹാ പറഞ്ഞു. സഞ്ജയൻ പറഞ്ഞു, കൃഷ്ണന്റെ ഈ വാക്കുകൾ ശ്രവിച്ചിട്ട് അർജുനൻ വിറപ്പൂണ്ട് തൊഴുകൈകളോടെ വീണ്ടും വീണ്ടും നമസ്കരിച്ചിട്ട് ഭീതഭീതനായി പ്രണമിച്ചുകൊണ്ട് കൃഷ്ണനോട് ഇടറുന്ന സ്വരത്തിൽ പറഞ്ഞു. ഇത് സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയുന്നതാണ്. നേരത്തെ പ്രസ്താവിച്ചതുപോലെ ആ ഭഗവാന്റെ വിശ്വരൂപം കണ്ടിട്ട് അർജുനൻ അത്ഭുതസ്തബ്ധനായിപ്പോയി, മാത്രമല്ല ഭയചകിതനായിപ്പോയി. നേരത്തെ ഹേ കൃഷ്ണ, ഹേ യാദവ, ഹേ സഖേതി എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ് ഇപ്പോ കൃഷ്ണ സുഹൃത്തെ യാദവ എന്നൊക്കെ വിളിച്ചിരുന്ന ആ ഭഗവാന്റെ വിശ്വരൂപം കണ്ടിട്ട് അർജുനൻ ഭയചകിതനായിപ്പോയി. അപ്പൊ ഒരു സുഹൃത്തിന്റെ നിലയിലല്ല ഇപ്പോ അർജുനൻ ഭഗവാനെ കാണുന്നത്. അങ്ങനെ അമ്പരന്നിട്ട് ഒരു ആ ഭക്തന്റെ നിലയിൽ നിന്നുകൊണ്ട് അങ്ങനെ ആ ഭക്തി ആദരവോട് കൂടിയിട്ട് ആ തൊഴുകൈകളോട് കൂടിയിട്ട് പൂയ നമസ്കൃത വീണ്ടും വീണ്ടും നമസ്കരിക്കും എഴുന്നേൽക്കും, പിന്നെയും നമസ്കരിക്കും എഴുന്നേൽക്കും, അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് അങ്ങനെ ഭയചകിതനായിട്ട് വീണ്ടും പ്രണമിച്ചുകൊണ്ട് സഗദ്ഗദം ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ ശബ്ദമൊക്കെ അകത്തേക്ക് പോയി. പിന്നെ വളരെ പ്രയാസപ്പെട്ടാണ് ആ ശബ്ദം തന്നെ എന്താ പറയേണ്ടത് എന്നുള്ളത് പുറത്തേക്ക് പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല അർജുനൻ, അത്രയും ഭയചകിതനായി പോയി. അപ്പൊ അങ്ങനെ അർജുനൻ ഭഗവാനോട് പറയാൻ തുടങ്ങുകയാണ്. അപ്പൊ ഇവിടെ കിരീടി എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സഞ്ജയൻ അർജുനൻ എന്തുകൊണ്ടാണ് കിരീടി എന്ന് പറയുന്നത്? പണ്ട് ഇതുപോലെ ദേവന്മാരുമായിട്ട് അർജുനൻ യുദ്ധം ചെയ്യണ്ടായി. അപ്പൊ ദേവന്മാരെയൊക്കെ തോൽപ്പിച്ചു, ഇന്ദ്രനെയും തോൽപ്പിക്കുകയുണ്ടായി. സ്വന്തം പിതാവാണ്. അപ്പോ ഇന്ദ്രൻ അതില് ദേഷ്യം വരില്ല ചെയ്ത്. ഇന്ദ്രൻ വളരെ സന്തുഷ്ടനായി. അപ്പൊ അങ്ങനെ ഇന്ദ്രൻ വളരെ നല്ല ദേവലോകത്തിലെ വൈരക്കല്ലുകളൊക്കെ പതിച്ചിട്ടുള്ള ഒരു കിരീടം അർജുനന് സമ്മാനിച്ചു. അപ്പൊ ആ കിരീടമാണ് അർജുനൻ തന്റെ ശിരസിൽ ധരിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ അർജുനെ കിരീടി എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അപ്പോ അത് മാത്രമല്ല, അങ്ങനെ ആ ദേവന്മാരെ പോലും തോൽപ്പിക്കാൻ കഴിവുള്ള അർജുനനാണ് ഇപ്പൊ ഭഗവാന്റെ മുമ്പില് ഭയചകിതനായിട്ട് നിൽക്കുന്നത്. അപ്പൊ അത് എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ അർജുനൻ ഭയചകിതനായിട്ട് കൃഷ്ണനോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. അപ്പോ എന്താണ് അർജുനൻ പറയുന്നത് നമുക്ക് നോക്കാം. ശ്ലോകം 36. അർജുന ഉവാച സ്ഥാനേ ഋഷികേശ തവ പ്രകീർത്തിയ
ജഗത് പ്രഹൃഷ്യാത്യനുരഞ്ജതേ ച രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഗാഃ. അർജുന ഉവാച സ്ഥാനേ ഋഷികേശ തവ പ്രകീർത്യ ജഗത് പ്രഹൃഷ്യാത്യനുരഞ്ജതേ ച രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഗാഃ. അർജുന ഉവാച സ്ഥാനേ ഋഷികേശ തവ പ്രകീർത്യ ജഗത് പ്രഹൃഷ്യാത്യനുരഞ്ജതേ ച രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഗാഃ. ഹരേ കൃഷ്ണ. അർജുനോവാച സ്ഥാനേ ഋഷികേശ തവ പ്രകീർത്യ ജഗത് പ്രഹൃഷ്യാത്യനുരജ്യത്തെ ച രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ച. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അർജുനോപാച സ്ഥാനേ ഋഷികേശ തവ പ്രകൃത്യ ജഗത് പ്രകൃഷ്യത്യ അനുരഞ്ജതേ ച രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്സന്തി ച സിദ്ധസംഗഃ. ഹരേ കൃഷ്ണ. അർജുന ഉവാച സ്ഥാനേ ഋഷികേശ തവ പ്രകീർത്യ ജഗത് പ്രഹൃഷ്യത്യ അനുരജ്യതേ ച രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഗാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അർജുന ഉവാച സ്ഥാനേ ഋഷികേശ തവ പ്രകൃത്യ ജഗത് പ്രഹൃഷ്യ അനുരഞ്ജിതേ ച രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഗാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അർജുന ഉവാച സ്ഥാനേ ഋഷികേശ തവ പ്രകീർത്യ ജഗത് പ്രഹർഷ്യത്യനുരഞ്ജതേ ച രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഘാഃ. ഹരേ കൃഷ്ണ. അർജുന സ്ഥാനേ ഋഷികേശ തവ പ്രകീർത്യ ജഗത് പ്രഭുഷ്യസ്ത്യനുരഞ്ജതേ ച രക്ഷാംസി ഭീതാനി ദിശോ ബ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഘാഃ. ഹരേ കൃഷ്ണ. അർജുനോവാച സ്ഥാനേ ഋഷികേശ തവ പ്രകീർത്യ ജഗത് പ്രഹൃഷ്യത്യനുരജ്യതേ ച രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഗഃ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാ വിവർത്തനം ഭാവാർത്ഥം. അർജുന ഉവാച അർജുനൻ പറഞ്ഞു ഋഷികേശ ഹേ ഋഷികേശ തവ പ്രകീർത്തിയ അങ്ങയുടെ യശസ് കൊണ്ട് ജഗത് ഈ വിശ്വം മുഴുവനും പ്രഹൃഷ്യന്തി ആനന്ദഭരിതമായി തീരുന്നു. തവ അനുരജ്യതേച്ച അങ്ങയിൽ അനുരക്തമാകുകയും ചെയ്യുന്നു. രക്ഷാംസി രാക്ഷസന്മാർ ഭീതാനി ഭയപ്പെട്ട് ദിശ അങ്ങുമിങ്ങും ദ്രവന്തി ഓടുന്നു. സർവേ സിദ്ധസംഘാഃ സിദ്ധി നേടിയ എല്ലാ മനുഷ്യരും നമസ്യന്തി അങ്ങയെ പ്രണമിക്കുന്നു. തത് സ്ഥാനേ ഇത് ഉചിതം തന്നെ. അർജുനൻ പറഞ്ഞു ഹേ ഋഷികേശ അങ്ങയുടെ യശസ് കൊണ്ട് ഈ വിശ്വം മുഴുവനും ആനന്ദഭരിതമായി തീരുന്നു. അങ്ങയിൽ അനുരക്തമാകുകയും ചെയ്യുന്നു. രാക്ഷസന്മാർ ഭയപ്പെട്ട് അങ്ങുമിങ്ങും ഓടുന്നു. സിദ്ധി നേടിയ എല്ലാ മനുഷ്യരും അങ്ങയെ പ്രണമിക്കുന്നു. ഇത് ഉചിതം തന്നെ. അപ്പോ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ആ ഫലം എന്താണ് എന്നുള്ളത്, ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ കൃഷ്ണനിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള അർജുനൻ ബോധോദയം ഉണ്ടാകുക ചെയ്യുന്നത്. അപ്പോ ഈ നടക്കാൻ പോകുന്നതെല്ലാം തന്നെ ആ ഭഗവാന്റെ ഇംഗിതം അനുസരിച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് അർജുനന് മനസ്സിലായി. കാര്യകാരണ സഹിതമായിട്ട് ഭഗവാൻ അത് പറഞ്ഞു കൊടുക്കുന്നു അർജുനന്. അപ്പോ അതുകൊണ്ടാണ് ഇവിടെ അർജുനനെ പറയുന്നത് തത്സ്ഥാനി, അത് വളരെ ഉചിതം തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഭഗവാന്റെ സുഹൃത്തും അതുപോലെ തന്നെ ഉത്തമ ഭക്തനും എന്ന നിലയിൽ അർജുനൻ ഇവിടെ ഭഗവാൻ എന്താണ് പറയുന്നത്? ഋഷികേശ, ഇന്ദ്രിയങ്ങളുടെ നാഥ. എന്തുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളുടെ നാഥ എന്ന് പറയുന്നത്? കാരണം എല്ലാം തന്നെ ഭഗവാന്റെ ഇംഗിതം അനുസരിച്ചിട്ടാണ് നടക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അത് ഋഷികേശ സേവനം ഭക്തി രുച്യത. അതായത് നമ്മള് ഇന്ദ്രിയങ്ങളുടെ നാഥനായിട്ടുള്ള ഭഗവാന് ഭക്തിയുത സേവനം
അനുഷ്ഠിക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ ഭക്തി എന്ന് പറയുന്നത്. അപ്പോ ഭഗവാൻ എല്ലാവരുടെയും തന്നെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോ അസുരന്മാരെ വധിക്കുന്നുണ്ടെങ്കിൽ അതും ഭക്തന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ പഠിച്ചിരുന്നു അല്ലെ, പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ യുഗേ ധർമ്മ സംസ്ഥാപനാർത്ഥായ എന്താണ് ശ്ലോകം പറഞ്ഞത്, സംഭവാമി യുഗേ യുഗേ. അപ്പോ ഈ ഭൗതിക ലോകത്തില് എന്തൊക്കെ നടക്കുന്നുണ്ടോ അതെല്ലാം തന്നെ സംഭവാമി, അതെല്ലാം തന്നെ ഭഗവാന്റെ നിശ്ചയപ്രകാരമാണ് നടക്കുന്നത്. അത് മാത്രമല്ല ശത്രുക്കളെ ഹനിക്കുന്നതും ഭക്തരെ രക്ഷിക്കുന്നതും അതെല്ലാം തന്നെ ഭഗവാന്റെ നിശ്ചയപ്രകാരമാണ്. അപ്പോ ഇതെല്ലാം നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഉപരിലോകവാസികള് അവര് അവിടെ ഇരുന്നു കൊണ്ട് കാണുന്നുണ്ട്. അപ്പോ അവരെല്ലാം തന്നെ അവിടെ നിന്നുകൊണ്ട് അന്തരീക്ഷത്തിൽ വന്നുകൊണ്ട് അവിടെ താഴെ ഈ കുരുക്ഷേത്ര യുദ്ധക്കളത്തില് ഈ നടക്കുന്ന ആ സംഭാഷണം കണ്ടുകൊണ്ട് അങ്ങനെ ഭഗവാനെ അവരെല്ലാം തന്നെ പ്രകീർത്തിക്കുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല അവരെല്ലാം തന്നെ അങ്ങനെ അനുരക്തരാകുന്നു എന്ന് പറയുന്നു. പിന്നെ ഭക്തന്മാര് സിദ്ധി നേടിയത് അവരും അങ്ങയെ പ്രണമിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു കൂട്ടരെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആരാണത്? അസുരഗണങ്ങളാണെങ്കിൽ ഭയപ്പെട്ടിട്ട് അങ്ങും അവരാരും തന്നെ ഭഗവാനെ കീഴടങ്ങാനായിട്ട് തയ്യാറല്ല. അവരെല്ലാം തന്നെ ഭയപ്പെട്ട് അങ്ങും ഓടുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ അതാണ് അസുരന്മാരുടെ സ്വഭാവം. അവർക്ക് ഈ ഭക്തന്മാര് ഭഗവാനെ പ്രകീർത്തിക്കുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ല. ഇപ്പോ നമുക്ക് ഹിരണ്യകശിപുവിന്റെ കാര്യം എടുത്തു നോക്കിയാൽ അറിയാം. പ്രഹ്ലാദൻ സ്വന്തം മകനാണ്. ആ പ്രഹ്ലാദൻ ആ സദാസമയവും ആ ഭഗവാനെ പ്രകീർത്തിക്കുന്നത് പോലും ഹിരണ്യകശിപുവിന് സഹിക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് മകനെ വധിക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പോ അതാണ് അസുരന്മാരുടെ സ്വഭാവം. ഇപ്പൊ സ്വന്തം ബന്ധം എന്നൊന്നും അവർക്കില്ല. കാരണം അവർക്ക് അങ്ങനെ ആലോചിക്കാനുള്ള കഴിവുമില്ല. അപ്പോ അവരെല്ലാം തന്നെ സ്വന്തം കാര്യം അത് മാത്രമേ അവർ ചിന്തിക്കുള്ളൂ. അവർക്ക് ഇഷ്ടപ്പെടുന്നത് നമ്മൾ പറയണം, അവരെ പ്രകീർത്തിക്കണം. അവർക്ക് ഇഷ്ടപ്പെടാത്തത് പറയാ, അല്ലെങ്കിൽ അവരെ പ്രകീർത്തിക്കാതിരിക്കുക ചെയ്യുമ്പോൾ അവര് നമ്മളെ ശത്രുക്കളായിട്ട് കരുതും. പക്ഷെ ഭക്തന്മാർ അങ്ങനെയല്ല. അവര് സദാസമയം കൃഷ്ണനാമം ജപിക്കും, കൃഷ്ണന്റെ ലീലകള് സ്മരിക്കും. അങ്ങനെ അവര് ആനന്ദ നിർവൃത്തി അടയുന്നു. ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാനിത്യം ദുഷ്യന്തിച്ച രമന്തിച്ച. അവരെപ്പോഴും ഭഗവാന്റെ മനസ്സുറപ്പിച്ചവരാണ്. ചിത്ത അവരുടെ പ്രാണൻ തന്നെ ഭഗവാന് വേണ്ടിയിട്ടുള്ളതാണ്. അവർ ബോധയന്ത, അവർ പരസ്പരം ഭഗവാന്റെ കഥകൾ പറയും. അവര് അങ്ങനെ അതിൽ ആനന്ദം നിർവൃതിക്കൊള്ളും. അപ്പൊ അതാണ് ഭക്തന്മാരും അസുരന്മാരും തമ്മിലുള്ള വ്യത്യാസം. ശ്ലോകം 37. കസ്മാച്ചതേന നമേരൻ മഹാത്മൻ കസ്മാച്ചതേന നമേരൻ മഹാത്മൻ ഗരീയസേ ബ്രഹ്മണോ അഭ്യാധികർത്രേ അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സത് പരം യത്. കസ്മാച്ചതേന നമേർമഹാത്മൻ ഗരീയസേ ബ്രഹ്മണോപ്യാധികർത്രേ അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സത് പരം യത് സദസത് പരം യത്. കസ്മാച്ചതേന നമേർമഹാത്മൻ ഗരീയസേ ബ്രഹ്മണോപ്യാധികർത്രേ അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സത് പരം യത്. ഹരേ കൃഷ്ണ. കസ്മാച്ചതേന നമരേൻ മഹാത്മൻ ഗരീയസേ ബ്രഹ്മണോപ്യാധികർത്തൃ അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സദസതത്പരം യത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. കസ്മാച്ചതേന നമേര മഹാത്മാൻ ഗരീയസേ ബ്രഹ്മണ അപ്യാധികർത്രേ അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സദസത്പരം യത്. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. തസ്മാच्च तेन नमेरन् महात्मन् गरीयसे ब्रह्मणेऽप्यादिकर्त्रे अनन्तदेवेश जगन्निवास त्वमक्षरं सदसत्तत्परं यत्. हरे कृष्ण. हरे कृष्ण. तस्माच्चदेनाम मे महात्मन् गिरीयसे ब्रह्मणोऽप्यादिकर्ते अनन्तदेवेश जगन्निवास त्वमक्षरं सदसत्तत्परं यत्. हरे कृष्ण. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാര വിവർത്തനം ഭാവാർത്ഥം. മഹാത്മൻ, ഹേ മഹാത്മാവേ, ബ്രഹ്മണഃ അഭി, ബ്രഹ്മാവിനേക്കാളും, ഗരീയസെ, ശ്രേഷ്ഠനായ, ആദികർത്തരെ, ആദികർത്താവായ, തേ, അങ്ങയെ, കസ്മാത്, എന്തുകൊണ്ടാണ്, ന നമേരൻ, അവർ പ്രണമിക്കാത്തത്, അനന്ത, അതിരില്ലാത്തവനും, ദേവേശ, ദേവാദിദേവനും, ജഗന്നിവാസ, പ്രപഞ്ചത്തിന് ആശ്രയവും, അക്ഷരം, അനശ്വരനും, സത് അസത്, കാരണഭൂതനും, തത്പരം, ഭൗതിക പ്രകൃതിക്ക് ഉപരിയും, ത്വം അസി, അങ്ങ് ആകുന്നു. ഹേ മഹാത്മാവേ, ബ്രഹ്മാവിനേക്കാളും ശ്രേഷ്ഠനായ ആദികർത്താവായ അങ്ങയെ എന്തുകൊണ്ടാണ് അവർ പ്രണമിക്കാത്തത്? അതിരില്ലാത്തവനും, ദേവാദിദേവനും, പ്രപഞ്ചത്തിന് ആശ്രയവും, അനശ്വരനും, കാരണഭൂതനും, ഭൗതിക പ്രകൃതിക്ക് ഉപരിയും അങ്ങാകുന്നു. അപ്പൊ ബ്രഹ്മണഃ അഭി, ഭഗവാൻ എല്ലാവരെക്കാളും, എല്ലാ ദേവന്മാരെക്കാളും ആരാധ്യനാണ് എന്നാണ് ഇവിടെ അർജുനൻ സൂചിപ്പിക്കുന്നത്. ബ്രഹ്മണഃ അഭി മാത്രമല്ല, അദ്ദേഹം ആദികർത്തരെ, അദ്ദേഹം ആദികർത്താവുമാണ്, എല്ലാ കാരണങ്ങൾക്കും കാരണമാണ്, എല്ലാത്തിനെയും സൃഷ്ടിച്ചതും അദ്ദേഹമാണ്. ഭാവാർത്ഥത്തിൽ വളരെ വിശദമായിട്ട് പ്രഭാകർ പറയുന്നുണ്ട്. ഗർഭോദക്ഷായ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് താമര വരുന്നു, ആ താമരയിൽ നിന്ന് ബ്രഹ്മദേവൻ വരുന്നു. അതാണ് ഭഗവാന്റെ ആദ്യത്തെ സൃഷ്ടി. അങ്ങനെ വീണ്ടും വിസർഗം, അതായത് ബ്രഹ്മദേവനോട് തുടർന്ന് സൃഷ്ടി നടത്താനായിട്ട് ഭഗവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ബ്രഹ്മദേവൻ തുടർന്ന് സൃഷ്ടി നടത്തി. അങ്ങനെ ബ്രഹ്മദേവൻ നടത്തിയ ഓരോ സൃഷ്ടിയിലും ഭഗവാൻ വീണ്ടും കാരണോദക്ഷയായ വിഷ്ണുവായിട്ട്, അതന്നെ ക്ഷീരോദക്ഷയായ വിഷ്ണുവായിട്ട് പ്രവേശിക്കുന്നുണ്ട്, പരമാത്മാവായിട്ട് പ്രവേശിക്കുന്നുണ്ട്. അങ്ങനെ ബ്രഹ്മദേവന്റെ ആദ്യത്തെ സൃഷ്ടിയാണ് 4 സനത്കുമാരൻ, സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ, അവർ 4 പേര്. ഇപ്പൊ ബ്രഹ്മദേവൻ പറഞ്ഞു, നമ്മുടെ ഈ പ്രപഞ്ചത്തില് വേറെ ജീവജാലങ്ങളൊന്നുമില്ല, അപ്പൊ നമ്മളുടെ ജോലി ജീവജാലങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ കുമാരന്മാരെന്ത് ചെയ്തു, അവരുടെ കമണ്ടലിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് സ്വയം അവരുടെ ദേഹത്ത് തളിച്ചുകൊണ്ട് അവര് പറഞ്ഞു, ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ല, ഞങ്ങൾ ഇതുപോലെ തന്നെ ഇരിക്കുകയുള്ളൂ. അങ്ങനെ അവര് ജനിച്ച പോലെ തന്നെ വസ്ത്രമൊന്നുമില്ലാതെ ചെറിയ കുട്ടികളെ പോലെയാണ് അവര് ഉണ്ടായിരുന്നത്. എത്ര പ്രായമായിട്ടും അവര് അതേപോലെ തന്നെ തുടർന്നു വന്നു. അപ്പോ ആദ്യത്തെ പുത്രന്മാര് തന്നെ തന്റെ വാക്ക് നിരസിച്ചപ്പോൾ ബ്രഹ്മദേവന് കോപം വന്നു. പക്ഷെ ബ്രഹ്മദേവൻ ആ കോപം പ്രകടിപ്പിച്ചില്ല. പക്ഷെ എന്നിരുന്നാലും ആ കോപം ബ്രഹ്മദേവന്റെ അകത്തുണ്ടായിരുന്നുകൊണ്ട് ബ്രഹ്മദേവന്റെ നെറ്റിയിൽ നിന്ന് മഹാദേവൻ, ശിവൻ പുറത്തു വന്നു. അങ്ങനെയാണ് പിന്നെ സൃഷ്ടി അങ്ങനെ തുടർന്ന് പോകുന്നത്. സ്വയംഭൂ, ശതരൂപാദേവി, അങ്ങനെ ബ്രഹ്മദേവൻ തന്നെ സൃഷ്ടി നടത്തിയിട്ട് പിന്നെ അങ്ങനെ ആ വിസർഗം തുടർന്ന് പോകുന്നുണ്ട്. അപ്പോ അങ്ങനെ ഭഗവാൻ ബ്രഹ്മദേവൻ സൃഷ്ടിച്ച ഓരോ ജീവാത്മാവിലും ഭഗവാൻ വീണ്ടും പരമാത്മാവായിട്ട് പ്രവേശിക്കുന്നുണ്ട്. അപ്പോ ഇവരിലെല്ലാവരും വെച്ചിട്ട് ബ്രഹ്മണഹാവി, ബ്രഹ്മാവിനേക്കാളും ഉപരിയായിട്ട്, ശിവനേക്കാളും എല്ലാവരും ഉപരിയായിട്ട് ആരാധ്യനായിട്ടുള്ളത് അങ്ങാണ് എന്നുള്ളതാണ് ഇവിടെ അർജുനൻ പറയുന്നത്. മഹാദേവൻ സതീദേവിയോട് പറയുന്നുണ്ട്, ആരാധനാനാം സർവേഷാം വിഷ്ണു ആരാധനം പരം എന്ന് പറയുന്നുണ്ട്. എല്ലാ ദേവന്മാരെയും ആരാധിക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും മഹത്തായിട്ടുള്ള ആരാധന എന്ന് പറയുന്നത് വിഷ്ണു ആരാധനയാണ് എന്ന് ശിവൻ പറയുന്നുണ്ട്. അപ്പോ ഈ ഭഗവാൻ ദേവകി മാതാവിന്റെ ഗർഭത്തില് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ
ഒരു വലിയൊരു തേജസ്സാണ് ആ ഗർഭപാത്രത്തിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ദേവന്മാരെല്ലാം തന്നെ ആ കാരാഗ്രഹത്തിന് വന്നിട്ട് അകത്ത് വന്നിട്ട് ആ ദേവിക മാതാവിന്റെ ആ ഉദരത്തിനെ അവരെല്ലാം തന്നെ പ്രണമിക്കുന്നുണ്ട്. അപ്പോ അത്രയും മഹത്തരമാണ് ആ ഭഗവാന്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള ഭഗവാനെ എന്തുകൊണ്ടാണ് നമ്മേരൻ ഈ അസുരന്മാരെ പ്രണമിക്കാത്തത് എന്നതാണ് ഇവിടെ അർജുനൻ ചോദിക്കുന്നത്. പിന്നെയും ഒരുപാട് കാര്യങ്ങള് ഭഗവാനെ പ്രകീർത്തിക്കാൻ അർജുനൻ പറയുന്നുണ്ട്. അനന്തഹ, അങ്ങ് അതിരില്ലാത്തവരാണ്. ഈ പ്രപഞ്ചത്തിന്റെ ആവിഷ്കാരം തന്നെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, അത് അനന്തമാണ്. അർജുനൻ ആ വിശ്വരൂപത്തിൽ അത് കണ്ടു. താഴെ പാതാളം മുതൽ മുകളില് ആ ബ്രഹ്മലോകം വരെ മുഴുവൻ അങ്ങനെ ആ ഭഗവാന്റെ ശരീരത്തിൽ കാണുകയാണ് ചെയ്യുന്നത്. നോക്കിയിട്ട് എങ്ങോട്ടും കണ്ണെത്തിക്കാനായിട്ട് പോലും സാധിക്കുന്നില്ല അർജുനന്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ അർജുനൻ അനന്തഹ എന്ന് പറയുന്നത്. പിന്നെ ദേവേശ, ദേവാദിദേവനാണ്. എല്ലാ ദേവന്മാരിലും വെച്ചിട്ട് ഏറ്റവും ഉയർന്ന പദവിയിലുള്ളത് ഭഗവാനാണ്. അദ്ദേഹത്തിനും ഉപരിയായിട്ട് ആരുമില്ല. അതുകൊണ്ടാണ് ഭഗവാനെ അസമൂർദ്ധ എന്ന് വിളിക്കുന്നത് തന്നെ. അപ്പോ അങ്ങനെ ദേവേശ എന്ന് പറയുന്നുണ്ട്. പിന്നെ ജഗന്നിവാസ, എല്ലാ പ്രപഞ്ചത്തിനും ആശ്രയസ്ഥാനം അങ്ങ് ഒരു വ്യക്തി മാത്രമാണ്. അപ്പൊ അതുകൊണ്ടാണ് ജഗന്നിവാസ എന്ന് പറയുന്നത്. പിന്നെ അക്ഷരം, അങ്ങ് അനശ്വരനാണ്. പിന്നെ സത് അസത്, എല്ലാ കാരണങ്ങൾക്കും കാരണബോധനാണ് അങ്ങ്. പിന്നെ തത്പരം, അദ്ദേഹം അങ്ങ് ഭൗതിക പ്രകൃതിക്കും അതീതനാണ്. ഇതെല്ലാം തന്നെ അങ്ങാണ്. അപ്പോ അങ്ങനെയുള്ള അങ്ങയെ എന്തുകൊണ്ടാണ് അസുരന്മാര് പ്രണമിക്കാത്തത് എന്നാണ് ഇവിടെ അർജുനൻ ചോദിക്കുന്നത്. വീണ്ടും അർജുനൻ തുറന്ന് പ്രകീർത്തിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെ വായിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വീരേന്ദ്ര ശ്രീമദ് ഭഗവത്ഗീത की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, നിതായ് ഗൗർ പ്രേമാനന്ദേ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം പ്രഭുജിയോട്. അതായത് അവിടുത്തെ സംശയവും പ്രഭു നിവാരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. പ്രഭുജിയോട് നമ്മൾ ആദരപൂർവ്വം പ്രഭുജിക്കും പ്രഭുജിയുടെ ഫാമിലിയും വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ഒരു മുടക്കവും കൂടാതെ നമുക്ക് കിട്ടണം. നമ്മുടെ ആത്മാർത്ഥതയോടെ 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാം. എല്ലാവർക്കും ജന്മാഷ്ടമി ആശംസകൾ, അതുപോലെ തന്നെ പ്രഭാത ആവിർഭാവ ദിനാശംസകൾ. എല്ലാം മംഗളമായിട്ട് നടക്കട്ടെ. നമുക്ക് വീണ്ടും അതിനുശേഷം അടുത്ത തിങ്കളാഴ്ച കാണാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ രാമ ഹരേ രാമ രാമ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ. वैष्णवेभ्यो नमो नमः. कोटि वैष्णव वृंद की हरिनाम संकीर्तन की, हरे कृष्ण महामंत्र की, श्रील प्रभुपाद की जय, श्री आनंद पद्मनाभ स्वामी की जय. हरे कृष्ण प्रभु जी. हरे कृष्ण हरे कृष्ण दंड प्रणाम. हरे कृष्ण प्रभु. हरे कृष्ण हरे कृष्ण हरे कृष्ण प्रभु. हरे कृष्ण प्रभु. हरे कृष्ण प्रभु. हरे कृष्ण हरे कृष्ण.